തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ബുദ്ധിം ദേഹി യശോ ദേഹി കവിത്വം ദേഹി ദേഹി മേ മൂഢത്വം സംഹര ദേവി ത്രാഹി മാം ശരണാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. നമസ്കാരം, എല്ലാവർക്കും റിതം ഓഫ് ലവിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധദ്വിജോത്തമാ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ദ്വിജോത്തമ എന്നാൽ ബ്രാഹ്മണ ശ്രേഷ്ഠ. അസ്മാകം തു നമ്മുടെ, വിശിഷ്ടാഹ പ്രമുഖന്മാർ, ഏ ഏവരോ, മമ സൈന്യസ്യ എൻ്റെ സൈന്യത്തിൻ്റെ, നായകാഹ നായകന്മാർ, താൻ അവരെ, തേ അങ്ങേക്ക്, സംജ്ഞാർത്ഥം അറിയാൻ വേണ്ടി, ബ്രവീമി ഞാൻ പറയാം, താൻ അവരെ, നിബോധ അറിയുക. ബ്രാഹ്മണോത്തമ, എൻ്റെ സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യ അർത്ഥം. ഇവിടെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? ദുര്യോധനൻ പാണ്ഡവ സൈന്യത്തെ കണ്ട ആശങ്കാകുലനായി ദ്രോണാചാര്യരുടെ അടുത്ത് വന്ന് ആ പാണ്ഡവ സൈന്യത്തിൽ ആരൊക്കെയുണ്ട് എന്ന് പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലെല്ലാം പഠിച്ചത്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയാം. അതായത്, നമുക്കൊരാളോട് ശത്രുതയുണ്ടെന്ന് വിചാരിക്കുക, ഒരു കൂട്ടത്തോട്. അവരോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അതിന് പകരം ചോദിക്കാൻ അവരുടെ ഗുണ്ടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പക്ഷത്തേക്ക് വരുന്നു. നമുക്കും തരക്കേടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, അവരെ തടുക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ നമ്മുടെ പക്ഷത്തും ഉണ്ട്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ മറുപക്ഷത്തുള്ള ആളുകൾ നമ്മുടെ അടുത്തേക്ക് നമ്മളെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ചെറുതായി പെട്ടെന്നൊരു ആശങ്ക ഉണ്ടാവും, അല്ലേ? അയ്യോ, ദേ അവർ വരുന്നു, അവരുടെ ഭാഗത്ത് ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എന്ന് നമ്മുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് അവരോട് പറയും, ദേ കണ്ടോ അവരൊക്കെ വരുന്നുണ്ട് എന്ന് പറയും. അതേത് തന്നെയാണ് ഇവിടെ ദുര്യോധനൻ ചെയ്തിട്ടുള്ളത്, ദ്രോണാചാര്യരോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യും? അത്രയും ഗുണ്ടകളൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഭാഗത്ത് കുറേ ആൾക്കാരുണ്ട്, പെട്ടെന്ന് നമുക്ക് ആ ഒരു ബോധം വരില്ല, നമ്മുടെ ഭാഗത്ത് അത്രയും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന്. പിന്നീടായിരിക്കും നമുക്ക് ആ ബോധം വരുന്നത്. സാരില്ല, അവരെക്കാളും വലിയ കേമന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ പക്ഷത്തുണ്ടേ, അപ്പോൾ പിന്നെ ഭയപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് പറയും, സാരില്ല, അവരെയൊക്കെ ചെറുത്ത് നിർത്താനായിട്ട് നമ്മുടെ ഭാഗത്ത് ആൾക്കാരുണ്ടല്ലോ, പിന്നെ എന്തിനപ്പം നമ്മൾ പേടിക്കണത്? നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. അതേത് തന്നെയാണ് ആര് പറയുന്നത് ഇവിടെ? ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുന്നത്. അവരൊക്കെ ഉണ്ടായിക്കോട്ടെ, ആദ്യം അവരുടെയൊക്കെ പാണ്ഡവപക്ഷത്തുള്ള ആൾക്കാരുടെയൊക്കെ പേര് പറഞ്ഞു, അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് ദ്രോണരോട് പറഞ്ഞു. എന്നിട്ട് ദുര്യോധനൻ എന്താണ് പറയുന്നത്? നമ്മുടെ പക്ഷത്തും അതിനെ ചെറുത്ത് നിർത്താനായിട്ട് ആൾക്കാരുണ്ട്, അവരൊക്കെയും കേമന്മാർ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത ശ്ലോകത്തിൽ ആ ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇവിടെ ദുര്യോധനൻ ദ്രോണരുടെ അടുത്ത് വന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ദുര്യോധനന് ആശങ്കയുണ്ട്, ശരി തന്നെ. എന്തുകൊണ്ടാണ്? ദുര്യോധനൻ അങ്ങനെ തെറ്റ് ചെയ്തു, ധർമ്മത്തിൻ്റെ പാതയിലൂടെയല്ല അധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചത് കൊണ്ട് ദുര്യോധനന് ആശങ്കയുണ്ടായി, ശരി. എന്നാൽ ദുര്യോധനൻ ഇത് ദ്രോണരുടെ അടുത്ത് വന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കരുതും ദ്രോണർ വലിയ കേമനാണെന്ന്, ധർമ്മത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കരുതും. അത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കാണുകയും ചെയ്തു. എന്താണ് ആ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത്? ദ്രുപദ രാജാവുമായിട്ട് ദ്രോണർക്കുള്ള ശത്രുത പറഞ്ഞു. എന്നിട്ട് ദ്രുപദൻ്റെ മകനെ ആയിട്ടുള്ള ആരെയാണ്? ദൃഷ്ടദ്യുമ്നനെ പഠിപ്പിക്കാനായിട്ട് ആരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു? ദ്രോണരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ദൃഷ്ടദ്യുമ്നനെ ജനിപ്പിച്ചത് തന്നെ എന്തിനാണ്? ദ്രോണരെ വധിക്കാൻ വേണ്ടിയിട്ടാണ്.
യാഗം ചെയ്ത് ദൃഷ്ടദ്യുമ്നൻ ഉണ്ടായത്. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ദ്രോണർ എന്ത് ചെയ്തു? ദൃഷ്ടദ്യുമ്നനെ വിദ്യ അഭ്യസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്നല്ല, വിദ്യ അഭ്യസിപ്പിച്ച് കൊടുത്തു. അപ്പം നമ്മൾ അവിടെ ഒരു ഉത്തമനായ ഗുരുവിൻ്റെ ഒരു വേഷമാണ് അവിടെ നമ്മൾ കണ്ടത്. എന്നാൽ നമുക്ക് തെറ്റുന്നത് മറ്റൊരിടത്താണ്. അതായത് ഗുരുദക്ഷിണയായി ഏകലവ്യൻ്റെ പെരുവിരൽ ചോദിച്ചൊരു ദ്രോണരുണ്ട്. ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അപ്പോൾ അവിടെ ഈ ദ്രോണരെക്കുറിച്ച് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന ആ ഒരു വിഗ്രഹം നമ്മുടെ മനസ്സിൽ നിന്ന് ഉടഞ്ഞു പോകും. എവിടെ? ഏകലവ്യൻ്റെ കാര്യം എത്തുമ്പോഴേ. ഇതുപോലെ തന്നെയാണ് ഓരോ കഥാപാത്രങ്ങളുടെയും കാര്യം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന അവരെക്കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു പോകുന്നത്, ആ ധാരണകൾ തെറ്റായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് അവരിൽ നിന്നും, ആ കഥാപാത്രങ്ങളിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പഠിക്കാനുണ്ട്, ജീവിതത്തിലേക്ക് പകർത്താനുണ്ട്. നല്ല കാര്യങ്ങൾ, ഒരാൾ എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെ ആയിരിക്കരുത് എന്നുമുള്ള പാഠങ്ങളാണ് അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു മനുഷ്യൻ എന്നാൽ സത്വരജ തമോ ഗുണങ്ങളാൽ മിശ്രിതമാണ്. അതുകൊണ്ട് തന്നെ അവന് എപ്പോൾ ഏത് ഗുണമുണ്ടാവുന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഒരാൾ എങ്ങനെ ആയിരിക്കരുത്, എങ്ങനെ ആവണം എന്നുള്ള ഒരു ബോധം അവനുണ്ടെങ്കിൽ ആ തമോ ഗുണത്തിൽ നിന്നും അവനെ കരകയറാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഗീത മഹത്തരമാകുന്നത്, ഗീത കൈപ്പുസ്തകമായി ഇരിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരുത്തന് ഒരിക്കലും തെറ്റിൻ്റെ പാതയിലൂടെ അല്ലെങ്കിൽ തമോ ഗുണത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ അവന് കഴിയില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹരേ കൃഷ്ണ.